പ്രോപ്പർ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്ന പല ചാനലുകളുണ്ടാവും. അപ്പോൾ കാരണം അവർക്കൊക്കെ വേണ്ടത് ബിഗിനേഴ്സ് ആയിരിക്കും, അവർക്കൊക്കെ അറ്റൻഷൻ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇൻ എ വേ നമ്മളെ നമ്മുടെ നമ്മുടെ ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു സാധനമുണ്ട്. അത് ബാധിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ യാത്ര പോയ സമയത്ത് ഇങ്ങനെ ഒരു കോണ്ടന്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ലാൽ സാറിനെ പറ്റി ഇങ്ങനൊരു സംഭവം പറഞ്ഞു എന്ന് വെച്ചാൽ ഹിപ്പോക്രാറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് വായിക്കുന്ന എനിക്കാണ് വിഷമം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ ഒരു ദിവസമാണ് സ്പോയിൽ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ, റെലവൻസ് എന്തിന്? കാരണം ആ ദിവസം ഈ പറഞ്ഞ ആളുടെ ദിവസമല്ല, എന്ന് വെച്ചാൽ എന്റെ ദിവസമാണ്. കാരണം ഞങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാർ. അപ്പൊ അതിലൊരാൾ അങ്ങനെ പറയുന്ന സമയത്ത്, പുള്ളിനെ പറയുന്ന സമയത്ത് നമുക്കാണ് അതിൽ കേൾക്കുന്ന നമുക്കും ആണ് വിഷമം ഉണ്ടാവും. കാരണം നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരായതുകൊണ്ട് ഇവര് കഴിഞ്ഞ ഒരു കുറച്ച് മുന്നേ വരെ ഇവരൊരു ഈ മഴവിലിന്റെ ഒരു ഷോന് പോയപ്പോ ഇവരിട്ട ഫോട്ടോ ഞാനന്ന് തേങ്ങാക്കൊല ഫേസ്ബുക്ക് എടുത്ത് ലോഗിൻ ചെയ്ത് ഞാൻ ആ ഫോട്ടോ ഷെയർ ചെയ്തത്. അത്രയ്ക്ക് സന്തോഷം കണ്ടപ്പോ, ആ സന്തോഷം ഉള്ളത് കൊണ്ടാണ് ആ ഫോട്ടോ ഷെയർ ചെയ്തത്. അപ്പൊ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ഈ സംഭവം വരുമ്പോ അത് സത്യമായിക്കോട്ടെ, അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അത് സത്യമാണ്, അച്ഛൻ കള്ളം പറയാറില്ല, പക്ഷെ സ്റ്റിൽ അതിപ്പോ പറയേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ അത് അച്ഛൻ പറഞ്ഞതിനേക്കാളും അത് വായിക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. കാരണം അന്നത്തെ ദിവസം എന്റെ ദിവസം സ്പോയിലായി. ഓക്കെ, സോ നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റി അത് എന്തും ആയിക്കോട്ടെ, നമ്മൾ നല്ലത് പറയാൻ വേണ്ടി നമുക്ക് വായ തുറക്കാം അല്ലേ. അത് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഹിപ്പോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപട്യം എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. ഈ ലോകത്തിലെ എല്ലാവരും ഹിപ്പോക്രസി എന്താ നിനക്കറിഞ്ഞൂടെ? ഇപ്പൊ നമ്മൾ പറയുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, അതാണ് ഹിപ്പോക്രസി. ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഹിപ്പോക്രറ്റ്സ് ആണല്ലേ. ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് നമ്മളൊന്ന് സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? അപ്പൊ ഹിപ്പോക്രറ്റ്സ് ഇല്ലാത്ത മനുഷ്യന്മാരില്ല, എല്ലാരും ഹിപ്പോക്രറ്റ്സാണ്. ഓക്കെ, അപ്പൊ പണ്ട് എപ്പോഴോ പറഞ്ഞൊരു കാര്യം, അത് അച്ഛനോട് ലാൽ സാറ് ഒരു വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം, അത് വർഷങ്ങൾക്കപ്പുറം വന്നിട്ട് അത് പ്രത്യേകിച്ച് അവർക്കിടയിൽ ഒരു സൗഹൃദത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ആഫ്റ്റർ സരോജ് കുമാർ. അപ്പോൾ അത് വർഷങ്ങൾക്കപ്പുറം വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഇത് പറഞ്ഞ ആൾക്കും അല്ലെങ്കിൽ ഇത് കേട്ട ലാൽ സാറിനേക്കാളും വിഷമം നമ്മളെ പോലത്തെ ആവറേജ് മലയാളികൾക്കാണ്. കാരണം ഇവരുടെ സൗഹൃദം അറിയുന്നതുകൊണ്ടും ഇവരിപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ, അഡ്രസ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു സുഹൃത്തിനോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ വയസ്സാകാലത്ത് പുള്ളിക്ക് ഇങ്ങനെ കാര്യം ഉണ്ടോന്ന് ചോദിച്ചു. അത് അന്നത്തെ ലാൽ സാറിന്റെ ഏജ് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് ഇത് കണ്ടപ്പോ അല്ലെങ്കിൽ കേട്ടപ്പോ എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ എന്റെ പ്രശ്നം അതൊന്നുമല്ല, അന്നത്തെ എന്റെ ദിവസം പോയി. അത് അച്ഛൻ കാരണമാണ് പോയത്, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം അത് കേൾക്കുമ്പോ പ്രത്യേകിച്ച് അവര് ഒരുമിച്ച് ഇനി ചിലപ്പോൾ സിനിമ ഉണ്ടാവും, ഒരുമിച്ച് സിനിമയാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു.